നമുക്ക് യാത്രയിൽ എവിടെന്നെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. പമ്പുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസും കുറ്റി നമുക്ക് മാറ്റിയെടുക്കാം. അടുത്ത ബോക്സിൽ നമ്മൾ വെച്ചിരിക്കുന്നത് വാട്ടർ സ്റ്റോറേജ് ആണ്. 10 ലിറ്ററിൻ്റെ 2 ക്യാനാണ് നമ്മളിതിൽ കൊള്ളിച്ചത്. പിന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ട പാത്രമാണ്. ഇത് വരുന്ന 10 ലിറ്റർ ടാങ്കാണ്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓസ് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ ഇവിടെ. ഇതാണ് നമ്മൾ മോട്ടർ. ഇതൊരു 12 വോൾട്ട് പ്രഷർ പമ്പാണ്. ഈ പ്രഷർ പമ്പ് നമ്മളവിടെ ടാപ്പ് ഓൺ ആക്കുമ്പോൾ ഈ പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക് ഓണായിട്ട് വെള്ളം ടാപ്പിലെത്തും.
സോളാർ പാനൽ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇതിൽ നിന്ന് നേരെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ഇത് നമ്മുടെ സോളാർ പാനൽ. നമ്മൾ ഒരു 100 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് നമ്മളിത് കണക്ട് ചെയ്തത്. നേരെ കേരിയറിൽ എടുത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇളകൊന്നുമില്ല, നല്ല സെറ്റപ്പ് തന്നെയാണ് നിൽക്കുന്നത്. ആ സോളാർ പാനൽ നേരെ നമ്മൾ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് സോളാർ കൺട്രോളറിലേക്കാണ്. ഇതാ ബാറ്ററി നമ്മൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വെയിലുള്ളത് കൊണ്ടാണ് നമുക്കത് ചാർജ് ആവുന്നത്. നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ സ്വിച്ച് വെച്ചതാണ്. ഇത് ഓണായി കഴിഞ്ഞാൽ മാത്രമേ ഇതിലുള്ള ലൈറ്റ്, ഫാന് കാര്യങ്ങളൊക്കെ ഈ സോളാറിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഓണാവുള്ളൂ. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് മോട്ടോറിന് വേണ്ടിയിട്ടാണ്. അവർ സെപ്പറേറ്റ് ആയിട്ട് മോട്ടോറിന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുമാണ്. കൂടാതെ നമുക്കിതിൽ നമ്മൾ ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാം. ബെഡ്ഷീറ്റ്, പില്ലോ, പിന്നെ നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഈ സീറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിതിനെ ബെഡാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ ബെഡാക്കി മാറ്റാൻ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ സീറ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് നീക്കും. നമ്മളിങ്ങനത്തെ ഒരു പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതാ ഈ സോക്കറ്റിൽ കൊടുക്കും. ഈ സോക്കറ്റ് ഇതാ നമ്മൾ ഇവിടെ വെൽഡ് ചെയ്തതാണ്. അവിടെ ഇതേപോലെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇത് ഇറക്കി വെക്കും. ഇവിടെ നമ്മളൊരു പൈപ്പ് വെൽഡ് ചെയ്ത് നമുക്ക് റിമൂവബിൾ തന്നെയാണിത്. ഇത് നമ്മളിതാ ഈ സോക്കറ്റിൽ ഇറക്കിയിട്ടാൽ മതി. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും റിമൂവ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ തിരിച്ച് വെക്കാം. പിന്നെ നമ്മളത് ഗ്യാസാണ് വണ്ടി. പെട്രോൾ ഓടും, ഗ്യാസിലും ഓടും. നമ്മൾ ഈ ചാരാൻ ഉപയോഗിച്ച് ഈ സാധനം നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ബെഡ്. അതിന് വേണ്ടി 2 എക്സ്ട്രാ ഫ്ലൈറ്റ് നമ്മളിതിൽ ക്യാരി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ ബെഡ് സെറ്റായി. ഇനി നമുക്ക് ഒരു ബെഡ്ഷീറ്റ് കൂടി ഇട്ടാൽ രണ്ട് പില്ലോയും വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ബെഡ്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു 3 പേരുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഇത് നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ലൈറ്റ് കിടന്നുകൊണ്ട് ഓണാക്കാം. പിന്നെ നമുക്ക് ഫാന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ മെയിൻ പ്രശ്നം, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളത് ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ഗ്ലാസ്സൊക്കെ പൊന്തിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രശ്നം. അത് നമ്മളൊരു വെന്റിലേഷൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെന്റിലേഷൻ നമുക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ വെന്റിലേഷൻ സിസ്റ്റം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നൊരു ഫാനായിരുന്നത്. ഈ ഫാനെ നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ലിങ്ക് വിടാം. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ ഇത് സോളാറിലല്ല വർക്ക് ചെയ്യുക, നമ്മളിപ്പോൾ ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുക. ഇതാണ് നമ്മളതിൻ്റെ കണക്ഷൻ. ഓക്കെ, നമ്മളിതിൽ ബാറ്ററിയിലാക്കിയപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം വീണ്ടും വന്നിട്ടുണ്ട്. ഇത് 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര സ്പീഡായതുകൊണ്ട്
അതിനൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ, സോളാറിൽ തന്നെ വരുന്ന മൊബൈൽ ചാർജർ ഉണ്ട്. അതിൽ 5 വോൾട്ട് വരും. ആ 5 വോൾട്ടിലേക്ക് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ വെന്റിലേഷൻ്റെ പവർ. അത് നമ്മൾ മൊബൈൽ ചാർജറിൻ്റെ ഇതിൽ കണക്ട് ചെയ്തിടും. ഇതിൽ നിന്ന് അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്തിടാം ഫിബ് ഉപയോഗിച്ചിട്ട്. പിന്നെ കുളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് ഷവർ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കുളിക്കുകയും ചെയ്യാം. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിതിലൊരു കവർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കവർ നമ്മളെടുത്ത് കളഞ്ഞാൽ മതി. ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെ 4 സൈഡിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. 4 കമ്പി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനുള്ള ചെയറാണിത്. ഇതും ഫോൾഡബിൾ ചെയറാണ്. ഒരാൾക്ക് സുഖമായിട്ട് നമുക്ക് ഈ ചെയറിലിരിക്കാം. കൂടാതെ നമുക്ക് കപ്പ് വെക്കാനും ബോട്ടിൽ വെക്കാനും ഒരു ഹോൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ്. കിച്ചണ്, ബാത്റൂം, ബെഡ് എല്ലാം ആയി കഴിഞ്ഞിരിക്കണേ. നല്ല സീറ്റ്. ഇനി നമുക്ക് അടുത്ത യാത്രകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അതിൽ കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാമ്പർ വാൻ്റെ എല്ലാ സെറ്റിങ്സും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത യാത്രയിൽ വിശദമായിട്ട് ബാക്കിയെല്ലാം കാണാം. നമുക്കിനി അടുത്ത യാത്രയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, താങ്ക് യു.